വിദ്യാലയത്തെക്കാൾ ദൈവാലയത്തെക്കാൾ രാസലഹരിക്കു സ്ഥാനമേകി നാടുമൂടിപ്പോർക്കു ബോധമോദിക്കുവാൻ കാരുണ്യവാരിധെ കൈതൊഴുന്നേ. ലഹരി വിഷമാണെന്നോദിയ നമ്മുടെ സദ്ഗുരുദേവൻ പിറന്ന നാട്ടിൽ ലഹരി വിഷം കൊണ്ടു മർത്യരെ കൊല്ലുന്ന ദുഷ്ടത വാഴുന്ന കാലം വന്നു. സത്യപ്രകാശമേ വന്നാലും ഞങ്ങളെ രക്ഷിക്കുവാനി ഇരുട്ടിൽ നിന്നും ലഹരി പിശാചിനെ ഹോമിക്കും ഞങ്ങൾക്ക് യജ്ഞത്തിൻ ശക്തിയായി തീർന്നാലും നീ. മാണി സാറേ, അഡാപ്പിന്റെ ചെയർമാൻ കൂടിയായ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കലച്ച, ആശംസ അർപ്പിക്കുന്ന ശ്രീമതി നിർമ്മല ജെമി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അംഗമായ രാജീവ് ശാന്തി, പാപ്പച്ചൻ മുത്തോലി, NN സെബാസ്റ്റ്യൻ സാറെ, കൂട്ടായ്മ അംഗങ്ങളെ, അഡാപ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗമായും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, അഡാപ്റ്റുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ബന്ധപ്പെട്ടിരുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കൂട്ടായ്മ അംഗങ്ങളെ, അല്ലനോണൽ അറ്റൻഡിംഗ് അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഡാപ്റ്റിൻ്റെ റൂബി ജൂബിലി സമാപനത്തിൻ്റെ ദിവസമാണല്ലോ എന്ന്. വാസ്തവത്തിൽ ഇതൊരു ദൈവത്തിൻ്റെ പക്കൽ നന്ദി പറയാൻ കൂടിയുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഇന്നത്തെ ആഘോഷങ്ങൾ ആരംഭിച്ചത് ഒരു കൃതജ്ഞതാ ബലിയോടുകൂടിയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ കാലം അത്രയും അഡാപ്റ്റിനോട് ചേർന്ന് നിന്നവരും ദൈവസന്നിധിയിലേക്ക് യാത്രയായവരെയും എല്ലാം നമ്മൾ പേരെടുത്ത് പറഞ്ഞ് നമ്മൾ
പരിപാടികളുടെ അധ്യക്ഷനായ പാലായുടെ സ്വകാര്യ അംഗീകാരം ബഹുമാനപ്പെട്ട ഗവർണർ തിരുമേനി, മുഖ്യപ്രഭാഷണം നടത്തുന്ന മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ അച്ഛ, അഡാട്ടിൻ്റെ ഡയറക്ടർ ഫാദർ ജെയിംസ് ഗുരുനൻ അച്ഛ, പ്രിയപ്പെട്ട രാജ് ചീഫ് ശാന്തി ശ്രീമതി നിർമ്മല ജിമ്മി, ടി എം മാത്യു, ശ്രീ പാപ്പച്ചൻ മുത്തൂരി, സബിത ശശി, ജോയി കെ മാത്യു, സന്തോഷ് വരിയാസവൻ തുടങ്ങി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അയലോകക്കാരെ ഞാൻ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് വരെ മിക്കവാറും ഞായറാഴ്ചകളിൽ രാവിലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നായിരുന്നു കുർബാന കാണാൻ. അപ്പോൾ അടാട്ടുമായിട്ട് വലിയ ഹൃദയബന്ധം എനിക്കുണ്ട്. ഇതൊരു വലിയ കാര്യമില്ല. കാരണം 40 വർഷം മുമ്പ് പിതാവ് വൈദ്യ തിരുമേനി ഇത് ആരംഭിക്കുമ്പോൾ ഇച്ചിരി കള്ളു കുടിക്കുന്നവരോ അല്ല ഇച്ചിരി ബ്രാൻഡ് കഴിക്കുന്നവരോ ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്ന് ലഹരിക്കടിമയായി കൊണ്ടിരിക്കുകയാണ് ഒരു ജനത. അടിമയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അതിൽ നിന്ന് മുക്തി നേടുവാൻ പല ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഡീഅഡിക്ഷൻ സെന്റർ ഉണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു കുടുംബ സൗഹൃദ, ഒരു കുടുംബ അന്തരീക്ഷം അവിടെയൊന്നും കിട്ടുന്നില്ല എന്നൊരു സത്യമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പം ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത് എനിക്കും വിഷമം. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരുടെ വിളിച്ച് എല്ലാം തീർന്ന് ഇവിടെ വന്ന് ഇവിടെ ധ്യാനം കൂടി, പ്രാർത്ഥന കഴിഞ്ഞു, ചികിത്സ കഴിഞ്ഞ് പോയിട്ട് ഭയങ്കര രക്ഷപ്പെട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ തുടങ്ങി രക്ഷപ്പെട്ടിട്ടാണ് അദ്ദേഹം തന്നെ ഇവിടെ വിവരിക്കുകയുണ്ടായി. അങ്ങനെ 14,000 കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു മഹാപ്രസ്ഥാനമായി ആണ് അഡാട്ട് എന്ന് പറയുന്നത്. പാലായുടെ MLA എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. തുടർന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഗുണകരമായ രീതിയിൽ മുമ്പോട്ട് നീങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പാലായെ സംബന്ധിച്ചിടത്തോളം പിതാവ് പറഞ്ഞു, പിതാവിനെ പറ്റി ആളുകൾ പറയുന്നത് പുറത്ത് ഞങ്ങൾ ചെല്ലുമ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മാർസിലോ മെഡിസിറ്റിയെ പറ്റി പറയും. അതിന്റെ കാരണം ഇവിടുന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റ് പറഞ്ഞാൽ 2.5 മണിക്കൂറിനപ്പുറം എറണാകുളത്ത് എത്തിച്ചെങ്കിലേ അന്നേരം ചോര വാർന്ന പല കുഴപ്പങ്ങൾ സംഭവിക്കും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഏതാണ്ട് 20 മിനിറ്റ്, 1 മണിക്കൂറിനുള്ളിൽ തൊടുപുഴ എന്നുള്ള ആളെ ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട്. അങ്ങനെ എത്രയോ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മഹാപ്രസ്ഥാനമായ മാർസിലോ മെഡിസിറ്റി മാറിയിരിക്കും. അതുപോലെ തന്നെ ഈ അഡാപ്റ്റ് നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സയാണ് ഇവിടെ നടത്തുന്നത് പിതാവ് പറഞ്ഞു. സത്യമാണ്. ഇവിടുന്ന് പോയിട്ടുള്ളവരും അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്കറിയാം ഒരുപാട് പേരെ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് തുടർന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയ്ക്ക് നീങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിതാവിന്റെ നേതൃത്വത്തിൽ ഇതൊരു നേരത്തെ പഠിക്കാൻ പറഞ്ഞ പിതാവ് തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഇത് അധികം നാൾ നീണ്ടു നിൽക്കാതെ ഇവിടെ രോഗികളില്ലാതെ വരട്ടെ, അഡീഷണൽ ആയിട്ടുള്ള ആളുകൾ വരാതിരിക്കട്ടെ എന്നതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുണ്ടായി പറ്റും. കാരണം ഇത് പ്രായമായ ഒരു സമൂഹമല്ല ഇപ്പം ലഹരിക്ക് അടിമയാണ്. ചെറുപ്പക്കാരൻ ഒരു 14 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള ഒരു പറ്റം യുവാക്കളാണ്, ഈ യുവാക്കളും യുവതികളോ ഈ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അഡാപ്റ്റിന്റെ വില വളരെ വലുതാണ്. അതുകൊണ്ട് നല്ല നിലയ്ക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്നും അത് ഈ നാടിന് ഉപകാരപ്രദമായി തീരട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ റൂബി ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊടുക്കുന്നു. ഇപ്പോൾ സാറിൻ്റെ മറുപടി പ്രസംഗമാണ്.
നമ്മുടെ സ്വന്തം MLA മാണി കാപ്പൻ സാറെ, ഡാർട്ടിൻ്റെ ഡയറക്ടർ ജെയിംസ് പെരുന്നൂരിൽ സാർ, പ്രിയപ്പെട്ട വിൻസെൻ്റ് സാർ, പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ സാറെ, ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. 40 വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഡാർട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇതിന് ഏറെ പേരും. അതിനോട് ചേർന്ന് പ്രവർത്തിച്ചവരെന്ന നിലയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള ഏറ്റവും വലിയ ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ റൂബി ജൂബിലി പരിപാടികൾ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് പെരുന്നോലസിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അച്ഛന് വളരെ ചുറുചുറുക്കോടുകൂടി കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ കണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണമെന്നും ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന്റെ സമഗ്രതയിൽ വീക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നും ഏറെ ആഗ്രഹിച്ച് ക്ഷീണം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പെരുന്നോലസിന് അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് സെബാസ്റ്റ്യൻ സാറ്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന അനേകം സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവിടെ നിന്ന് അനേകം വ്യക്തികൾക്ക്, അതിലൂടെ അനേകം കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഈ നാടുകളിലൊക്കെ ഈ സ്ഥാപനത്തിന് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതും. നമുക്കിതിനെല്ലാം ശക്തിയും ബലമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. പിതാവിന്റെ സന്നിധിയിൽ ഇവിടെ ഏത് ആവശ്യമായിട്ട് പോയാലും അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി ആ ഡാർട്ടിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകളും വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് അതിനെ നേരായ ദിശയിൽ നയിക്കാനായിട്ട് അഭിവന്ദ്യ പിതാവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ വലിയ ബലം തരുന്ന കാര്യം കൂടിയാണ്. അങ്ങനെ കഴിഞ്ഞ 40 വർഷങ്ങളിൽ ഈ ഡാർട്ടിന്റെ പ്രവർത്തനങ്ങളിൽ പല വിധത്തിലുള്ള പങ്ക് വഹിച്ചിട്ടുള്ള അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമായ സഹോദരങ്ങളെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. പാലാരൂപതയുടെ പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അതിന്റെ ഒരു തരത്തിൽ നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് യാതൊരു ലാഭത്തിന്റെയോ മറ്റേതെങ്കിലും മേന്മയുടെയോ കാര്യങ്ങളൊന്നും പറയാതെ മനുഷ്യന് നന്മ ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള പ്രസ്ഥാനം രൂപത അത് അതിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ്. നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ മതത്തിന്റെയോ വർഗത്തിന്റെയോ സമ്പത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ ഇവിടെ ആവശ്യക്കാരായിട്ട് കടന്നു വരുന്നവരെ ഒരേ തരത്തിൽ പരിഗണിച്ച് അവരെ കാത്തു സൂക്ഷിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം. 60ാമത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഫോറൻസിക് ടോക്സിക്കോളജിസ്റ്റ് റോമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുകയുണ്ടായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങള്, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങള്, അവരനുഭവിക്കുന്ന ഏകാന്തത, കടന്നു പോകുന്ന അനീതിയുടെ ഒറ്റപ്പെടുത്തലിന്റെ വഴികള്, സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രവണത, അത് പൊതുസമൂഹം മനസ്സിലാക്കണം. നിർവികാരതയോടെ ആരും മാറി നിൽക്കാനായിട്ട് ഇടയാകരുത്. പരിശുദ്ധ പിതാവ് ലോകത്തോട് മുഴുവൻ ആയിട്ട് ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. ഈശോയുടെ മനോഭാവം സ്വായത്തമാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, The Lord Jesus stopped, became close and healed wounds. ഈശോ കരുണയോടെ നിന്നു, അടുത്തേക്ക് വന്നു, സുഖപ്പെടുത്തി. അതേ ദൗത്യത്തിലാണ് നമ്മളെല്ലാവരും പങ്കുകാരാകുന്നത്. വേദനയുള്ളിടത്ത് നിൽക്കാനും കൂടുതൽ ചേർന്ന് നിൽക്കാനും വേദനകള് കേൾക്കാനും അല്പം കുനിഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കാനും അടിമത്തത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ദൗത്യം അത് നമ്മുടെ എല്ലാവരുടെയും പൊതു ഉത്തരവാദിത്വമാണ്. ഇതേ ദൗത്യമാണ് തുടർന്നു പോകുന്നത്. പരിശുദ്ധ പിതാവ് സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ചു, എല്ലാത്തിനും പരിഹാരമായി നിൽക്കേണ്ടത് കാരുണ്യത്തിന്റെ സുവിശേഷത്തില് അധിഷ്ഠിതമായ മാനവികതയാണ്. കാരുണ്യത്തിന്റെ സുവിശേഷം 4 തലങ്ങളിൽ പ്രാവർത്തികമാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയായിരുന്നു. പ്രിവെൻഷൻ, ശരിയായിട്ടുള്ള ബോധവൽക്കരണം; ട്രീറ്റ്മെന്റ്, ശരിയായിട്ടുള്ള ചികിത്സ; റീഹാബിലിറ്റേഷൻ, റീഇൻറ്റഗ്രേഷൻ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾ. അഡാപ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഈ 40 വർഷം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം, ഈ 4 തലങ്ങളിലും അഡാപ്റ്റ് അതിന്റെ സംഭാവനകൾ പൂർണ്ണമായിട്ടും
നിർവഹിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പൊരുന്നോലസിനെ അടുത്ത നാളുകളിൽ പ്രത്യേകമായിട്ട് സ്കൂളിലും സൺഡേ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് എവിടെയൊക്കെയാണോ ഇതിനെതിരെയുള്ള ആശയങ്ങൾ കൈമാറാനായിട്ട് പറ്റുന്നത് അവിടെയൊക്കെ അത് പൂർണ്ണതയിൽ നൽകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന് ഇതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ചികിത്സ നൽകാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷന്റെയും റീഇൻറ്റഗ്രേഷന്റെയും ഭാഗമായിട്ട് എത്രയോ പ്രവർത്തനങ്ങളാണ് തുടർച്ചയായിട്ടുള്ള ഇതുപോലുള്ള ഒത്തുചേരലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സുന്ദരമായിട്ട് നടത്താനായിട്ട് പറ്റുന്നതും. പരിശുദ്ധ പിതാവ് അതിന്റെ സമാപനത്തിന് പറഞ്ഞു വെച്ചതും അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മദ്യത്തോടും മയക്കുമരുന്നിനോടും നോ പറയാനായിട്ട് സാധിച്ചാൽ ജീവിതത്തോടും സ്നേഹത്തോടും മറ്റുള്ളവരോടും വിദ്യാഭ്യാസത്തോടും ജോലിയോടും ജോലി സാധ്യതകളോടും കേസ് പറയാൻ അവർക്ക് സാധിക്കുമെന്ന്. ഇനി അഥവാ മദ്യത്തോടാണ് കേസ് പറയുന്നതെങ്കിൽ മറ്റെല്ലാത്തിനോടും നോ പറയേണ്ടി വരും. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമെങ്കിലും അദ്ദേഹം പൊതുസമൂഹത്തോട് ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ച ഒരു കാര്യം, ആത്യന്തികമായിട്ട് അത് ജീവിതത്തോടുള്ള ജീവനോടുള്ള നോ ആയിട്ട് മാറുകയും ചെയ്യും. ജീവിതത്തോടും ജീവനോടും യേശു പറയാൻ പഠിപ്പിക്കുന്ന ഒരു കലാശാലയായിട്ട് കഴിഞ്ഞ 40 വർഷങ്ങള് അഡാർട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത്, വ്യക്തികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള വലിയൊരു അവസരമായിട്ട് നമുക്ക് എടുക്കാം. എത്രയോ കുടുംബങ്ങളാണ് ഇതിലൂടെ കടന്നുപോയി വലിയ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിന് വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നത്. അവരെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുന്നു. വേദനയുടെ നിരാശയുടെ അവസരങ്ങളിൽ ദൈവത്തിന്റെ മുഖമായിട്ട് നിൽക്കാൻ അഡാർട്ടിന് തുടർന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിലൂടെ ചേർന്ന് പ്രവർത്തിച്ചവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും സമാധാനീയനായ പാലാ രൂപതയുടെ ബിഷപ്പ്, അഡാർട്ടിൻ്റെ രക്ഷാധികാരി മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനി, റൂബി ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറ്റവും പ്രിയങ്കരനായ പാലായുടെ MLA മാണി സി കാപ്പൻ അവർ മുഖ്യപ്രഭാഷണം നടത്തിയ അഡാർട്ടിൻ്റെ ചെയർമാനും മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കിലച്ച, ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ അഡാർട്ടിൻ്റെ ഡയറക്ടർ ഫാദർ ജെയിംസ് പൊരുന്നൊല്ലച്ച, ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ NM സെബാസ്റ്റ്യൻ സാർ, ഇവിടെ അനുഭവ സാക്ഷ്യം പറഞ്ഞ രാജീവ് ശാന്തി, കോർഡിനേറ്റർ TM മാത്യു, പാപ്പച്ചൻ മുത്തോലി, സീനിയർ കൗൺസിലർ ജോയ് K മാത്യു, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൈദികർ, മറ്റ് ബഹുമാന്യരെ, അഡാർട്ട് കുടുംബാംഗങ്ങളെ, അതുപോലെ 40 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇന്ന് റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ അഡാർട്ടിലൂടെ കടന്നുപോയ 14,000 കുടുംബങ്ങൾ ഇന്ന് ജീവിത സാക്ഷ്യവുമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുന്നേറുകയാണ്. നമുക്കറിയാം, വയലിൻ പിതാവ് ആരംഭിച്ച് അതിനുശേഷം നമ്മുടെ അഭിവന്ദ്യ കല്ലറങ്ങാട്ട് തിരുമേനി അതിനു വേണ്ട എല്ലാവിധ സപ്പോർട്ടും പണവും ഒക്കെ നൽകി ഇന്ന് അഡാർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ രാജതിരുമേനി സാക്ഷ്യം പറഞ്ഞതുപോലെ ഏതാണ്ട് 14,000 കുടുംബങ്ങൾ ഇന്ന് NM സെബാസ്റ്റ്യൻ സാർ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ആയിരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ പറയുവാനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ അഡാർട്ടിന്റെ ആരംഭം മുതൽ
അടാട്ടുമായി അടുത്ത് ഇടപെടുന്നതിനും ഇവിടെ നിരവധി പ്രാവശ്യം വരുന്നതിനുമൊക്കെ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടുത്തെ മഹത്വരമായ പ്രവർത്തനങ്ങളെ മറ്റ് അരേക്കാൾ കൂടുതലായിട്ട് അറിയുവാനും പറയുവാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ സൂചിപ്പിച്ചു എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കട്ടെ എന്ന് ഇതിന്റെ തുടക്കകാലം മുതൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ MLA സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇതിന്റെ പ്രസക്തി കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാറി മാറി വരുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള് മദ്യം നിർത്തലാക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും നീങ്ങുകയില്ല എന്നും നമുക്കൊക്കെ അറിയാം. കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയൊക്കെ വലിയൊരു വരുമാന സ്രോതസ്സാണ് മദ്യം എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തില് നമ്മുടെ കുരുന്നുകൾ പോലും കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ 4ലും 5ലും പഠിക്കുന്ന ആൺപെൺ വ്യത്യാസമില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിരവധിയായ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനും അതിന് ജില്ലാതല ചെയർമാൻ എന്ന നിലയിൽ കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിലൊക്കെ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തില് മയക്കുമരുന്നുകൾ വ്യാപകമായി കുട്ടികൾക്ക് ലഭിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാർ പോലും ഇത് അറിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതിന്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സമൂഹത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല സാമൂഹ്യ വിരുദ്ധരും ഇന്ന് നമ്മുടെ സ്കൂളുകളുടെ പരിസരങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തില് കുഞ്ഞുങ്ങളെ കാത്തു നിൽക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി കൂടി വരികയാണ്. നമുക്കൊക്കെ അറിയാം, മറ്റു പല സ്ഥാപനങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലോ ഉള്ളതിനേക്കാൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കണ്ടുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ ലഭിക്കുന്ന സ്വീകരണം. ഇവിടെ ചികിത്സിച്ച് ഭേദമായി ഇവിടെ നിന്ന് പോയ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും സ്വന്തം കുടുംബത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ പാലാരൂപതയ്ക്ക് സാധിച്ചു. ഇവിടെ ഇതിൽ പ്രവർത്തിക്കുന്ന സെബാസ്റ്റ്യൻ സാർ അടക്കമുള്ള ഇതിന്റെ മാറി മാറി വരുന്ന ഡയറക്ടർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി ഞാൻ കാണുന്നത്. ഞാൻ ദീർഘകാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമ്മൾ അനുഭവ സാക്ഷ്യം കേട്ടു. അഡാട്ട് എന്താണെന്നും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനം എത്ര വലുതാണെന്നും അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനായി ഈ അഡാട്ടിനെ 40 വർഷക്കാലം NM സെബാസ്റ്റ്യൻ സാറിന് പ്രവർത്തിച്ച് നയിച്ചു കൊണ്ടുപോകാൻ സാധിച്ച കാര്യമൊക്കെ ഇവിടെ അനുഭവ സാക്ഷ്യത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയും മുന്നോട്ട് നമ്മുടെ സമൂഹത്തില് മദ്യം മൂലം ദുരിതം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആയിരങ്ങൾക്ക് അത് ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈ സ്ഥാപനത്തിന് ഇടവരട്ടെ. ഒരുപാട് ആളുകളെ ഇനിയും സഹായിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച NM സെബാസ്റ്റ്യൻ സാറിനോടും അതുപോലെ ഈ സ്ഥാപനത്തോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അഡാട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് മാഗിയെ ഓർപ്പിക്കാറുണ്ട്. സാറ് ഈ നാടും ഇവിടുത്തെ മനുഷ്യരുമൊക്കെ ഇച്ചിരി നല്ലവരാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ, അതുകൊണ്ട് എൻ്റെ മനോഭാവം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇതിനു വേണ്ടി വരികയല്ല എന്നായിരുന്നു അന്ന് മാഗി പറഞ്ഞത് 40 കൊല്ലം മുമ്പ്. ഒരു മിനിറ്റ് മാഗി ഇങ്ങോട്ടൊന്ന് വരണം. അന്ന് നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിച്ചവരാണ്. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട MLA, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ ആഗതയായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാർ പ്രത്യേകം വിളിച്ചു. അന്ന് 40 വർഷം മുമ്പ് ജോവാന്റെ കീഴിൽ ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിച്ച കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് ഒരു കാര്യം ഇത് സത്യമാണ്, ഞാൻ കൗൺസിലറായിട്ട് ആദ്യം സ്റ്റാൻസിയുടെ ഒപ്പമൊക്കെ ഇരുന്നു.
കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ ഭാഗത്ത് വലിയ കുഴപ്പമായിരിക്കും. എനിക്കിതെല്ലാം കേൾക്കുമ്പോ ഞാൻ സാറിനോട് കുറെ നാള് ഞാൻ കൗൺസിലിങ്ങിന് കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്കത് പിടിച്ചു നിൽക്കത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇതിനൊക്കെ നല്ലൊരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ കൺസെപ്റ്റ് എനിക്കത് ഇനി മാറ്റാൻ പറ്റിയത്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് പെൺകുട്ടികളുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. രൂപതയുടെ സംഘടനയിലേക്ക് ഞാനിങ്ങനെ മാറി KC വൈദ്യുതി പ്രവർത്തിച്ചു, മാതൃവേദി പ്രവർത്തിച്ചു. അങ്ങനെ പോകുമായിരുന്നു. അതുകൊണ്ടാണ് സാറേ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ മദ്യത്തിനെതിരായൊക്കെ ഒരു ഒറ്റയാൾ പട്ടാളമാണെങ്കിലും ഞാൻ ഏത് മേഖലയിലാണെങ്കിലും ഞാൻ ഒരു തുള്ളി മദ്യം പോലും ഒരാളോട് തുടരുത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ളൂ. വലിയ കുടുംബങ്ങളിലെ വലിയ മഹത്വങ്ങളൊക്കെയാണ് അവസാനം ഇതൊക്കെ കുടിച്ച് ലിവറൊക്കെ പോയി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഇത്രയും വേണ്ടായിരുന്നു. അവരുടെ ആ മുഖത്തെ ആ ഭാവം, ആ സങ്കടമൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. പലതവണ അവർ ഓർത്തിട്ടുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു, ഇച്ചിരി കൂടെ കുറച്ച് മതിയായിരുന്നു. അപ്പൊ ഞാനും വിചാരിക്കുന്നുണ്ട് പലപല ഇങ്ങനെ ജീവിതമായി ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരെ നോട്ട് ചെയ്താലുണ്ട്. മദ്യം കഴിക്കാത്തവരാണെങ്കിൽ അവർ ഒത്തിരിയും കൂടെ ആയുസ്സുള്ളവരാവുന്നതും മദ്യം കഴിക്കുമ്പോൾ അവര് വേഗം പോകുന്നതൊക്കെ ഞാനതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു വക്താവായിട്ടൊക്കെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. വിശുദ്ധനായ സെബാസ്റ്റ്യൻ സാറിനോടൊക്കെ കുറെ നാൾ പ്രവർത്തിക്കാൻ സാധിച്ച ഈ രൂപതയ്ക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റിയത്. എല്ലാത്തിനും ഞാൻ ദൈവത്തിനും നന്ദി പറയുന്നു. എനിക്ക് അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാം നല്ലതായിട്ട് വരട്ടെ. താങ്ക് യു.